നനഞ്ഞ തോർത്തുകൊണ്ട് തല ഒന്ന് തോർത്തി മുറ്റത്തേക്ക് കയറുമ്പോൾ അകത്തുനിന്നും വാദപ്രതിവാദം. തിണ്ണയിൽ കലമോൾ മാത്രം. എന്നാലും നിങ്ങൾ എന്തും വിചാരിച്ചോണ്ടാ മനുഷ്യനെ? ഇവിടെ പ്രായം തികഞ്ഞ 2 പെമ്പിള്ളേരുണ്ടെന്നങ്ങ് മറന്നോ? അവനാണെങ്കിൽ ഒരൊത്ത ആണും. എടി, അവൻ നല്ലവനാ. രാമേട്ടൻ്റെ സ്വരം. ഇഷ്ടക്കാരിയുടെ പുന്നാര മോനല്ലേ, എന്തിനാ കുറക്കുന്നേ? മോളെ പിടിച്ചങ്ങ് കൊടുക്ക്. ഒരു പരോപകാരി. വേണ്ടി വന്നാ ഞാനതും ചെയ്യും. നീ മിണ്ടാതെ ഞാൻ പറയണത് കേട്ടാൽ മതി. ആ ചെറുക്കനൊപ്പം വരും, അവൻ കേൾക്കണ്ട. കേട്ടാ എനിക്കിതേ മറ്റേതാ. എന്താന്ന് ചെയ്യേ. അവസാനം മോള് പേരുദോഷം കേൾപ്പിച്ച ഇളയമയുടെ സ്വരം. അമ്മേ, അങ്കിൾ കുളിച്ചേച്ച് വന്നു, കല വിളിച്ചു പറഞ്ഞു. അതോടെ അകത്തു നിന്നുള്ള സംസാരം നിന്നു. എൻ്റെ മനസ്സ് വല്ലാതെ കലുഷമായി. അവർ പറയുന്നതും ശരിയല്ലേ. ഞാനൊരുത്ത പുരുഷൻ. എൻ്റെ ശരീരം കണ്ടാൽ ഏതൊരു പെണ്ണും കൊതിച്ചു പോവും. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം പോലീസിൽ ചേർക്കാൻ എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് പുഷ്ടിപ്പെടുത്തിയ ശരീരം. മീൻകുട്ട ചുമന്നും കോഴികളെ വളർത്തിയും 15 സെൻറ്റുള്ള വാടകപ്പുരയിടത്തിൽ പശുവിനെ വളർത്തിയും പച്ചക്കറി കൃഷി ചെയ്തും എന്തിന് അയൽവക്കത്തെ പറമ്പിൽ പാട്ടത്തിന് മരച്ചീനി കൃഷി ചെയ്തും അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. പാലും മുട്ടയും തിന്നെൻ്റെ ശരീരം കൊഴുത്തു. പറമ്പിൽ കിളച്ചും കൃഷി ചെയ്തും എൻ്റെ മസിലുകൾ ബലപ്പെട്ടു. ചിലപ്പോഴൊക്കെ അമ്മ പറയുമായിരുന്നു, നിന്റെ അച്ഛൻ്റെ പെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെടത്തില്ലായിരുന്നു. ഉള്ളതുകൊണ്ട് കഞ്ഞിവെച്ച് 2 പേരും കൂടി ഒതുങ്ങിയേനെ. ഇപ്പം എൻ്റെ മോൻ മിടുക്കനായി. നീ പഠിത്തം ഒരിക്കലും ഉഴപ്പരുത്. അമ്മയെ സങ്കടപ്പെടുത്തരുത്, അച്ഛൻ്റെ ആത്മാവിനെയും. ഇന്നുവരെ ഞാൻ അനുസരിച്ചു. അച്ഛൻ്റെ അപകടമരണത്തിൻ്റെ ദുരൂഹത മൂലം പെൻഷൻ തടഞ്ഞു വച്ചിരിക്കുകയാണ്. കേസിൻ്റെ പുറകെ പോകാൻ അമ്മക്ക് നേരമില്ല. ഇപ്പോൾ വയ്യ. ഒരു വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. ഞാൻ നേരെ ചായപ്പിലേക്ക് പോയി. മുടി ചീകി ഒരു ബനിയനും ഇട്ട് പുസ്തകവും എടുത്ത് നേരെ പറമ്പിലേക്ക് നടന്നു. സ്വസ്ഥമായിട്ടൊരിടത്തിരുന്നാൽ കുറച്ചെങ്കിലും പഠിക്കാം. ആട്ടും തുപ്പും നേരിടാൻ തയ്യാറായി തന്നെയാണ് വന്നത്. പക്ഷേ അഭിരാമിയുടെ അവഗണന തന്നെ വിഷമിപ്പിക്കുന്നു. ഇങ്ങോട്ട് വരാൻ പുറപ്പെട്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അഭിരാമി എന്ന സുന്ദരിയുടെ സാമീപ്യം കിട്ടുമല്ലോ എന്നൊരാശ്വാസമുണ്ടായിരുന്നു. എൻ്റെ പുറകെ കലയും ഇറങ്ങി വന്നു. അങ്കിൾ എവിടെ പോകുക? കലയുടെ ചോദ്യം. പറമ്പിലെവിടെയെങ്കിലും പോയി വായിക്കാൻ പോകുക മോളെ. മുറിയിലിരുന്ന് പഠിച്ചൂടെ? പഠിക്കാം, എന്നാലും ഇതാ സുഖം. എന്നാ ഞാനും വരാ. വേണ്ട, മോള് മുറിയിലിരുന്ന് പഠിച്ചോ. ഇല്ല, ഞാനും വരിക. അവിടെ ഇരുന്ന അച്ഛനും അമ്മയും കൂടെ എപ്പോഴും ഒച്ച വെച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ മുറ്റത്തു നിന്നും തൊടിയിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇലുമ്പിപ്പുളിമരം. ഞാൻ നേരെ അങ്ങോട്ട് നടന്നു. മരം കുറച്ചുകൂടെ വലുതായി, പക്ഷേ ശിഖരങ്ങൾ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. കുറച്ചു പൊക്കത്തിൽ വെച്ചു മുറിച്ചു കളഞ്ഞ തായ്തടിയിൽ നിന്നും മുളച്ചിട്ടുള്ള ശിഖരങ്ങളിൽ നിറയെ ചുവന്ന പൂക്കളും പച്ച നിറത്തിൽ തുടുത്ത കായ്ക്കളും. അങ്കിള് ഇലുമ്പിപ്പുളി തിന്നുവോ? വേണമെങ്കിൽ തല്ലിയിടാ. ദേ, അവിടെ തോട്ടിയിരിപ്പുണ്ട്. വേണ്ട. ഇപ്പം ഇതാരാ പറിക്കുന്നത്? പണ്ടൊക്കെ ചേച്ചി കയറി പറിക്കുമായിരുന്നു. ഒരിക്കൽ കയറിയേച്ചിറങ്ങിയപ്പം പാവാടയുടക്കി വീണു. അതീ പിന്നെ ചേച്ചി കയറുകയില്ല, ഞങ്ങൾ തല്ലിയിടും. എങ്കിൽ മോള് വീട്ടിൽ പോയിരുന്നു വായിച്ചോ. സാരമില്ല. പിന്നെ അങ്കിളെ, അച്ഛൻ അങ്കിളിനെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടിട്ടുണ്ട്? പഠിക്കാൻ മിടുക്കനാ, നല്ല മാർക്കുണ്ടായിരുന്നു, നല്ല സ്വഭാവ, പോലീസാകാനാ പഠിക്കുന്നേ, 4 ആളിൻ്റെ പണി പണിയുമെന്നൊക്കെ. അപ്പം മോൾക്കെന്നെ നന്നായി അറിയാം അല്ലേ? പക്ഷേങ്കിൽ അമ്മക്കത്ര ഇഷ്ടമൊന്നുമല്ല. ഞാൻ പറഞ്ഞു എന്ന് പറയല്ലേ. അമ്മ എന്താ പറയുന്നേ? അങ്കിളിൻ്റെ അമ്മ അച്ഛൻ്റെ കൂട്ടുകാരിയാ. പിന്നെ അതും ഇതും ഒക്കെ പറയും. എനിക്ക് ഭയങ്കര വെറുപ്പാ അത് കേൾക്കുമ്പം. പറയട്ടെ മോളെ. ആട്ടെ, ചേച്ചി എന്ത് പറയും ഇതൊക്കെ കേൾക്കുമ്പം? ഒന്നും മിണ്ടത്തില്ല. 2 അമ്മയായതുകൊണ്ടായിരിക്കും. എനിക്കറിയത്തില്ലേ ഈ അമ്മയുടെ ഒരു സ്വഭാവം. അച്ഛനായതുകൊണ്ടാ. അമ്മാവൻ്റെ സ്വഭാവം വല്ലതും ആയിരുന്നെങ്കിൽ പണ്ടേ അമ്മ അച്ഛൻ്റെ തല്ലുകൊണ്ടേനെ. അപ്പോൾ ഇളയമയുടെ സ്വരം കേട്ടു. കലേ, എടി കലേ. ഞാനിവിടെ ഉണ്ടമ്മേ, കല വിളിച്ചു പറഞ്ഞു. എവിടെയാടി? ഇവിടെ തൊടിയിൽ. ഞങ്ങൾ പഠിക്കുക. തൊടിയിലോ? ഈ സന്ധ്യക്കോ? ഇളയമ ചാടി ഇറങ്ങി വന്നു. നേരെ വന്ന് ഞങ്ങളെ മാറി മാറി നോക്കി. ശേഷം അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റു വാടി. വേറെ ഒരിടവും കണ്ടില്ല. വന്ന് കയറിയില്ല. അതിനു മുമ്പ് തന്നെ പിള്ളേരെ. അതെങ്ങനാ? നിനക്കും തന്തയുടെ സ്വഭാവമല്ലേ. വാടി ഇവിടെ. വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. തുള്ളി പറഞ്ഞ് ഇളയമ കലയെയും പിടിച്ചു കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് അവൾ തിരിഞ്ഞു നോക്കി 2 കണ്ണും അടച്ചു കാണിച്ചു.
ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ. എളയമയുടെ തുള്ളൽ കണ്ടപ്പോൾ ഒന്നിനും തൃപ്തി വരാത്ത സ്ത്രീ എന്നാണ് എനിക്ക് തോന്നിയത്. ആരുടെയൊക്കെയോ ദേഷ്യം. ഒന്നെൻ്റെ അമ്മയോടായിരിക്കും, പിന്നെ അബിയെയും അത്ര ഇഷ്ടം കാണത്തില്ല. താൻ പ്രസവിച്ച മകളേക്കാൾ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകൾ കൂടുതൽ സുന്ദരി എന്ന യാഥാർത്ഥ്യം അവരെ അലട്ടുന്നുണ്ടാവും. പിന്നെയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നത് പോലെ തോന്നി. നമുക്കെന്ത് പാട്, വന്ന കാര്യം നേടി തിരിച്ചു പോവുക, അത്ര തന്നെ. ഇരുട്ടിൽ അക്ഷരങ്ങളൊന്നും വ്യക്തമാവുന്നില്ല എന്നായപ്പോൾ ഞാൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് കയറി. പതിഞ്ഞ സ്വരത്തിൽ നിലവിളക്കിന് മുമ്പിലിരുന്ന് അബിയും കലയും നാമം ജപിക്കുന്നു. എന്നെ കണ്ടപ്പോൾ കല ചൊല്ലൽ നിർത്തി. അബി എന്നെ ശ്രദ്ധിക്കാതെ തുടർന്നു. പിന്നെ കലയുടെ ചുമലിൽ തട്ടി. അപ്പോൾ അവൾ നാമം ചൊല്ലൽ തുടർന്നു. നിലവിളക്കിന്റെ ചുവട്ടിൽ ദീപനാളത്തിൽ അബിയുടെ സൗന്ദര്യം ഇരട്ടിയായി ജ്വലിച്ചു നിൽക്കുന്നത് പോലെ. കുളിച്ചു വിതർത്തിയിട്ടിരിക്കുന്ന മുടി, അലസമായി തോളത്തിട്ടിരിക്കുന്ന ഹാഫ്സാരി, ചുവന്നു തുറുത്ത മുഖം, കാതിലെ ചെറിയ കമ്മലിന്റെ കല്ലുകൾ വിളക്കിന്റെ വെളിച്ചത്തിൽ മിന്നുന്നു. ചമ്രം പടിഞ്ഞിരിക്കുന്ന അഭിരാമി കേരളീയ വനിതയുടെ ഉത്തമ സൗന്ദര്യം. സത്യത്തിൽ എനിക്ക് കൊതി തോന്നി, ഉള്ളിൽ സ്നേഹവും. പക്ഷേ ഞാനാര്? വേണ്ട, കൂടുതൽ സ്വപ്നം കാണണ്ട. എങ്കിലും നോക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ അടുത്തു ചെന്ന് നിലവിളക്കിൽ തൊട്ടു തൊഴുതു. പിന്നെ എണ്ണയിൽ വിരൽ മുക്കി തലയിൽ ഒന്ന് തുടച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അച്ഛൻ്റെ രൂപം കടന്നുവെന്ന് പറയുന്നത് പോലെ. മോനെ, പ്രായത്തിൻ്റെ എടുത്തുചാട്ടം പാടില്ല, മനസ്സിനെ നിയന്ത്രിക്കൂ, ലക്ഷ്യം നേടൂ. ഞാൻ നേരെ ചാവടിയിലേക്ക് കയറി. ലൈറ്റിട്ടു. മങ്ങിയ വെളിച്ചം, ശക്തി കുറഞ്ഞ ബൾബ്. പുസ്തകം കയ്യിലെടുത്തെങ്കിലും അബിയുടെ നാമജപം കാതിലേക്ക് അരിച്ചരിച്ച് കയറുന്നു. ഏകാഗ്രത കിട്ടുന്നില്ല. ഇനി അവരുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വായിക്കാം. ഇളയമ അടുക്കളയിലായിരിക്കും. രാമേട്ടനെ കണ്ടില്ല. ഞാൻ കട്ടിലിൽ കിടന്നു. വായിച്ചത് കൊണ്ടാകാം ഒരു ക്ഷീണം പോലെ മയങ്ങിപ്പോയി. അങ്കിളെ, ചോറുണ്ണാൻ വാ. കലയുടെ ശബ്ദം എന്നെ മയക്കത്തിൽ നിന്ന് നിർത്തി. നേരം രാത്രിയായി. ചോറുണ്ണാൻ വിളിക്കുന്നു, വാ. ഇന്ന് എനിക്കൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ചോ, ഞാൻ പറഞ്ഞു. അച്ചായി അങ്കിളിൽ നിന്നും വേണ്ടെന്ന് കല വിളിച്ചു പറഞ്ഞു. മോള് വാ. രാമേട്ടൻ്റെ സ്വരം. സത്യമായിരുന്നു. പോരുന്ന വഴിക്ക് കഴിച്ച ഏത്തക്കാബോളിയും പരിപ്പുവടയും ഇന്നത്തേക്ക് വയറിന് ധാരാളമായിരുന്നു. ഞാൻ ഒരു പുസ്തകവും എടുത്ത് വായിച്ചുകൊണ്ട് കിടന്നു. ഒരു ചെറിയ മേശ കിട്ടിയിരുന്നെങ്കിൽ നശിച്ചുപോയി. ഒരു തടിക്കസേരയുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ രാമേട്ടൻ കൈ തുടച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ എഴുന്നേറ്റു. ഇരിക്കേ. പിന്നെ നീ എന്താ ഉണ്ണാൻ വരാതിരുന്ന്? എനിക്ക് വിശപ്പില്ല, അതുകൊണ്ടാ. രാജുമോനെ, അവൾ ചുമ്മാ വളവളാ പറയത്തേ ഉള്ളൂ. പാവാ, മനസ്സിലൊന്നുമില്ല. പെമ്പിള്ളേരുള്ളത് കൊണ്ടുള്ള പേടിയും കാണും. എനിക്ക് നിന്നെ അറിയാവുന്നത് കൊണ്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നീ അതിന് അത്തായപ്പട്ടിന് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിവതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ നോക്കണമെന്നുണ്ട് രാമേട്ട. എന്നാലും ഇന്ന് സത്യമായിട്ടും വിശക്കുന്നില്ലാത്തത് കൊണ്ടാ. എങ്കിൽ നിന്റെ ഇഷ്ടം. പഠിക്കാൻ മറക്കണ്ട. നിന്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഓർമ്മിക്കണമെന്ന്. രാമേട്ടൻ വെളിയിലേക്ക് ഇറങ്ങി. അതുവരെ വാതിൽക്കൽ നിന്ന് അബി ഒരു ചുരുട്ടിയ പായും തലയിണയും മുറിയിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ദാ പായ്. കിടക്കയുണ്ട്, പക്ഷേങ്കിൽ വല്ലാണ്ട് മുഷിഞ്ഞതാ. അവൾ എന്നെ നോക്കാതെ തന്നെ തിരിഞ്ഞു നടന്നു. താങ്ക്സ്, എനിക്ക് ഈ പായ തന്നെ ധാരാളം. പിന്നെ അവൾ തിരിഞ്ഞു നിന്നു. വിരോധമില്ലെങ്കിൽ കൂജയോ പാത്രമോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് വെള്ളം എടുത്തു വെക്കാമായിരുന്നു. സങ്കുചത്തോടെയാണ് ഞാനത് പറഞ്ഞത്. ഓർത്തിരുന്നെങ്കിൽ അതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാമായിരുന്നു. ഒന്നും മിണ്ടാതെ അബി നടന്നകന്നു. ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും. വല്ലവനും വേണ്ടി വിടുതി വേല ചെയ്യാൻ മടി കാണും. അല്പം കഴിഞ്ഞിട്ട് നിലാവുദിക്കും. അപ്പോൾ വേണമെങ്കിൽ കിണറ്റുകര വരെ പോകാവുന്നതേ ഉള്ളൂ. കഴിവതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ നോക്കണം. ഇപ്പോൾ ഈ വീട്ടിൽ എന്നോട് കാരുണ്യമുള്ളത് രാമേട്ടനും കലയ്ക്കും മാത്രം. രണ്ടുപേരെങ്കിലും ഉണ്ടല്ലോ, ആശ്വാസം. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ ഒരു കൂജയും താങ്ങിപ്പിടിച്ച് കല ചായ്പിലേക്ക് വന്നു. അയ്യോ, നീ എന്തിനാ മോളെ ഇതും പൊക്കിക്കൊണ്ടു വന്നത്? ഞാൻ എടുത്തോണ്ട് വരുമായിരുന്നല്ലോ. ഞാൻ കൂജ വാങ്ങി കസേരപ്പുറത്ത് വെച്ചു. ഒരു ബുക്കെടുത്ത് മൂടി വെച്ചു. ഞാനെടുത്തതല്ല, ചേച്ചി തന്നയച്ചതാ. അത്തായം കഴിക്കാണ്ട് വെള്ളം കുടിച്ച് വയറ് നിറക്കാനായിരിക്കും. കുടിച്ചു വീർപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? എങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. ഞാൻ ചിരിച്ചു. എങ്കിൽ ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ്. ഞാൻ വാതിൽ ചാരി പായ കുടഞ്ഞു വിരിച്ചു. നിറം മങ്ങിയതെങ്കിലും അലക്കിയ ഉറയിട്ട തലയിണ. പഞ്ഞിയൊക്കെ കട്ടി പിടിച്ചു. വീട്ടിൽ അമ്മ വെക്കുന്ന തലയിണ പോലെയുണ്ട്. എനിക്കുള്ള തലയിണ നല്ല മൃദുവായതാണ്. ഏതായാലും ഇവർ ഇത്രയെങ്കിലും തന്നല്ലോ. മെത്തയേക്കാൾ സുഖം തണുത്ത പായ തന്നെ. ചൂടിനൊരു ആശ്വാസം കിട്ടുമല്ലോ. ഉറങ്ങാതെ കിടക്കുമ്പോൾ അറിയാതെ ഓർത്തുപോയി, അമ്മ ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും? ഇന്ന് എനിക്ക് വേണ്ടി ചൂട് കാപ്പി തിളപ്പിക്കണ്ടല്ലോ. പുസ്തകത്തിലേക്ക് തലകുമ്പിട്ട് മയങ്ങുന്ന എന്നെ തട്ടി ഉണർത്തണ്ടല്ലോ. പാവം എൻ്റെ അമ്മ. എന്നും കിടക്കാൻ നേരം എൻ്റെ നെറ്റിയിൽ അമ്മ ഒരു ഉമ്മ തരും. ഇന്നെനിക്ക് ആ ഉമ്മ കിട്ടിയില്ലല്ലോ. എന്നും ഒരുപോലെയെല്ലാം നടക്കുകയില്ലല്ലോ.
അപ്പുറത്ത് അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം. രാമേട്ടൻ്റെ കോട്ടുവായുടെ ശബ്ദം. അകലെ ഏതോ ഒരു നായയുടെ കുര കേട്ടു. ജനലിൽ കൂടി അരണ്ട നിലാവെളിച്ചം കടന്നു വന്നു. ഇനി നാളെ പഠിക്കാം. പിറ്റേന്ന് വെളുപ്പിന് തന്നെ ഞാൻ ഉണർന്നു. മുഖമൊന്ന് കഴുകാൻ വേണ്ടി അടുക്കള പുറത്തേക്ക് ചെന്നു. അടുക്കളയിൽ ലൈറ്റുണ്ട്. എനിക്ക് മുമ്പേ തന്നെ പെണ്ണുങ്ങൾ ഉണർന്നിരിക്കുന്നു. അടുക്കളപ്പുറത്ത് ഒരു മൺകലമിരിപ്പുണ്ട്. അതിൽ നോക്കി കഷ്ടിച്ച് കുറച്ച് വെള്ളം കാണും. അടുത്തു തന്നെ ഒരു കറുത്ത ടാർവീപ്പ ഇരിക്കുന്നു. അതിൻ്റെ തടിയടപ്പ് പൊക്കി നോക്കി. അതിലും അടിയിൽ അല്പം വെള്ളമേ ഉള്ളൂ. പേസ്റ്റ് തേച്ച് ബ്രഷ് എടുത്ത് അരയിൽ തിരുകി. അടുക്കളത്തിണ്ണയിൽ ഒരു അലുമിനിയം കലവും ചെപ്പുകുടവും ഇരിക്കുന്നു. അത് രണ്ടും എടുത്ത് കിണറ്റുകരയിലേക്ക് നടന്നു. തോട്ടുവക്കിൽ കുറ്റിക്കാടിൻ്റെ സഹായത്തോടെ കർമ്മങ്ങൾ നടത്തി. വീട്ടിൽ ചെയ്യുന്ന പതിവ് വ്യായാമങ്ങളും ചെയ്തു. എല്ലാം കഴിഞ്ഞ് കുടങ്ങളിൽ വെള്ളം നിറച്ചു. അപ്പോഴേക്കും അയൽവക്കത്തെയാവും 1-2 പെണ്ണുങ്ങൾ വെള്ളം കോരാനെത്തി. ഞാൻ പാത്രങ്ങൾ തോളിലെടുത്ത് വീട്ടിലേക്ക് നടന്നു. വീപ്പയിൽ വെള്ളമൊഴിച്ചു. 3-4 പ്രാവശ്യം കൊണ്ട് വീപ്പ ഏതാണ്ട് നിറയാറായി. എങ്കിൽ പിന്നെ നിറച്ചേക്കാം, എനിക്കൊരു വ്യായാമവും ആവുമല്ലോ. അടുത്ത ട്രിപ്പ് കഴിഞ്ഞു വരുമ്പോൾ അടുക്കള വശത്തെ വാതിൽക്കൽ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഇളയമ്മ, മുറ്റത്തരികിൽ പല്ല് തിരിച്ചു നിൽക്കുന്ന രാമേട്ടൻ, തിണ്ണലിരിക്കുന്ന കലമോൾ. അബിയെ കണ്ടില്ല, അടുക്കളയിലാവും. എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പിന്റെ ഭാവം. എന്തിനാ രാജു രാവിലെ നീ വെള്ളമെല്ലാം കോരുന്നത്? ഇവിടെ എന്താ കല്യാണമോ മറ്റോ ഉണ്ടോ? രാമേട്ടൻ ചോദിച്ചു. നോക്കിയപ്പം പാത്രത്തിലൊട്ടും ഇല്ലായിരുന്നു. വെള്ളം എല്ലാവർക്കും വേണ്ടേ? ഭവ്യതയോടെ പറഞ്ഞു. ഇവിടെ പെണ്ണുങ്ങൾ കൊണ്ടുവന്നോളുമല്ലോ. നിന്റെ അമ്മയെങ്ങാനും അറിഞ്ഞ. ഓ, ഇതെനിക്കൊരു വ്യായാമ രാമേട്ടാ. അല്ലെങ്കിലും വീട്ടിൽ ഞാനും ജോലിയൊക്കെ ചെയ്യുന്നതാ. മതി, ചുമന്തോട് നിൽക്കാതെ കൊണ്ടൊഴിക്ക്. വൈകുന്നേരം വ്യായാമത്തിന് പകരം വിറകൊണ്ടേ വെട്ടിത്തരാം. എനിക്കിഷ്ടപ്പെട്ട പണിയാ. നീ എന്താ ഇവിടെ വെള്ളം കോരാനും വിറക് വെട്ടാനുമാണോ വന്നത്? പോയിരുന്ന് പഠിക്കാൻ നോക്ക്. സാരമില്ല രാമേട്ടാ, എന്നെക്കൊണ്ട് ആകാവുന്ന സഹായം അത്രയേ ഉള്ളൂ. ഞാൻ ചായപ്പിലേക്ക് കയറി. പ്രാതലിന് കൊള്ളി പുഴുങ്ങിയതും കാന്താരിമുളക് ചമ്മന്തിയുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട വിഭവങ്ങൾ. രാമേട്ടന് കഞ്ഞി. കാരണം കൊള്ളി കഴിച്ചാൽ പുള്ളിക്കാരന് ഗ്യാസ് ഉണ്ടാകുമത്രേ. ഞാനും കലയും രാമേട്ടനും കഴിക്കാനിരുന്നു. ഇളയമ്മ ഭിത്തിച്ചാരി വെറുതെ നിന്നു. അബിയെ അപ്പോഴും കണ്ടില്ല. ഇടയ്ക്ക് ഇളയമ്മ ചോദിച്ചു, അല്ല രാജാമണി തെങ്ങേ കയറുവോ? എന്താടി, നീ ഇവനെ തെങ്ങേലും കയറ്റാൻ പോകുവാണോ? രാമേട്ടൻ ദേഷ്യപ്പെട്ടു. വീട്ടുമുറ്റത്ത് അമ്മ നട്ടു വളർത്തിയ 2 തെങ്ങുണ്ട്. അധികം പൊക്കമില്ല, അതിലൊക്കെ കയറും. കൊന്ന തെങ്ങിൽ കയറിയിട്ടില്ല, ഞാൻ പറഞ്ഞു. ചിലപ്പം ഇവിടെ അരക്കാൻ നേരം തേങ്ങ കാണത്തില്ല. അങ്ങനെ വരുമ്പം ആ പെണ്ണ് തോട്ടിയിൽ അരിവാൾ വെച്ച് പറിക്കും. കഴിഞ്ഞ ദിവസം ഭാഗ്യത്തിനു തേങ്ങ തലയിൽ വീണില്ലെന്നേ ഉള്ളൂ. ഈ നാട്ടിലാണെങ്കിൽ കയറാൻ ആളുമില്ല. എന്തൊരു പട്ടിക്കാടാ ഇത്, ഇളയമ പറഞ്ഞു. എന്നു കരുതി ഈ പാവത്തിനെ മോനെ, നീ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട കേട്ടോ. രാമേട്ടൻ കഞ്ഞുകൂടി ചെയ്യുന്നേറ്റു. ഇളയമ്മ പാത്രം എടുത്ത് അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങി. അതൊരു പ്രശ്നമല്ലെന്നേ. വീട്ടിലാണെങ്കിൽ അമ്മ രാവിലെ മീൻകുട്ടയുമായിട്ട് ഇറങ്ങിയ പിന്നെ വരുമ്പം നല്ല ക്ഷീണം കാണും. അന്നേരം ബാക്കി പണികളെല്ലാം ഞാനല്ലേ ചെയ്തുകൊണ്ടിരുന്നേ. അതായിരിക്കും അങ്കിളിൻ്റെ അടുത്ത് വരുമ്പം മീനിൻ്റെ ഒരു ഉളുമ്പ് മണം. പറഞ്ഞിട്ട് കല പൊട്ടിച്ചിരിച്ചു. കലമോളെ! പെട്ടെന്ന് അടുക്കളയിൽ നിന്നും താക്കീതിൻ്റെ സ്വരത്തിൽ ഒരു വിളി കേട്ടു. അഭിരാമി ആയിരുന്നു അത്. കലയുടെ മുഖം വിവരണമായി.